നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ശുക്രനെ സന്തോഷം, സമൃദ്ധി, സമ്പത്ത്, ഐശ്വര്യം എന്നിവയുടെ ഘടകമായി തന്നെ കണക്കാക്കുന്നതാണ്. ഗ്രഹങ്ങളുടെയും അതേപോലെ തന്നെ നക്ഷത്രങ്ങളുടെയും ചലനത്തിലെ മാറ്റങ്ങൾ ഓരോ രാശിക്കാരെയും ഓരോ നക്ഷത്രക്കാരെയും അത് നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശുക്രൻ തന്നെ രാശിചക്രം മാറുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ശുക്രൻ കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് അത് ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുക എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ സ്വാധീനം നിങ്ങൾക്ക് പല വിധത്തിലും ഗുണകരമായി ഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും ധനപുരോഗതിക്കുള്ള ഒരു അവസരം വന്നു ചേരാം. വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യതയോടെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം പുതിയ അവസരങ്ങൾ കടന്നു വരാം. ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന വിഷമതകൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിനെ പല വിഷമതകളും ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതിന് അനുകൂലമായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുകയാണ്. പുരോഗതിക്കുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നേറേണ്ടതായിട്ടുണ്ട്. ധനനേട്ടങ്ങൾ തീർച്ചയായും അത് ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യതയോടെ വിനിയോഗിക്കുക. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു സംക്രമണം, കന്നിരാശിയിലേക്കുള്ള സംക്രമണം വളരെയധികം ഗുണകരമായി ഭവിക്കുകയാണ്. ആത്മവിശ്വാസ വർധനവ് വന്ന് ചേരാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ഒരു വിഷമത, പ്രയാസം, മുന്നിൽ വഴികൾ തെളിയാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ഒരു മാറ്റം സിദ്ധിക്കാവുന്ന സമയമാണ്. സമാധാനം അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷമതകൾക്ക് ഒരു പരിഹാരം സിദ്ധിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ആ തടസ്സങ്ങളെ നീക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുകയും മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അത്ഭുതകരമായ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൃത്യമായി പ്രകടമാകാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ, മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു വിഷമതകൾ അല്ലെങ്കിൽ പല രീതിയിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റവും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ നോക്കുമ്പോൾ ഈ സമയം അനുകൂലം തന്നെയാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ പോലും ഒരു വിജയത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കുറവായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കും, എന്നാൽ കാലതാമസമാണ് നേരിടുന്നത്. അത്തരത്തിൽ അനുഭവപ്പെടുന്ന സാഹചര്യവും കൂടാതെ പണം നിങ്ങൾക്ക് അധ്വാനിച്ച് നേടിയെടുത്താൽ പോലും അത് കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം, പാഴ്ചെലവുകൾ വന്നുകൊണ്ടേ ഇരിക്കുക.
അതിനാൽ കയ്യിലുള്ള പണം നഷ്ടമാവുകയും കടം പോലും വാങ്ങേണ്ടതായ സാഹചര്യം. കൂടാതെ ഈ സമയം നിങ്ങൾ ഏതൊരു ശുഭകാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും അതിനൊരു തടസ്സമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. മാറ്റിവെക്കുന്ന ധനം മറ്റാവശ്യങ്ങൾക്ക് ചെലവായി പോകുന്ന സാഹചര്യം ധനനഷ്ടം വല്ലാതെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്ന കാര്യം. കൂടാതെ ഈ സമയം തൊഴിൽ നഷ്ടപ്പെട്ടവരോ തൊഴിൽപരമായ സ്ട്രഗിൾ നേരിടുന്ന വ്യക്തികളോ ആണ് നിങ്ങൾ. ബിസിനസ് സംബന്ധമായും അല്പം പ്രയാസങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പല കാര്യങ്ങളും ധനപരമായ പ്രയാസങ്ങളാൽ നിർത്തേണ്ടതായി വരികയോ നിർത്തിയതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോലും പ്രയാസങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് അലച്ചിലുകളും കഷ്ടതകളും ഒരു പരിധിവരെ ഒഴിഞ്ഞ് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുക. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സമയം ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ നേരിടുന്ന, സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ടെൻഷൻ പല കാര്യങ്ങളിലും വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പരിധിവരെ അത് അവസാനിക്കുകയോ ഒതുങ്ങുന്നതോ ആയ സാഹചര്യമുണ്ട്. ഒരു പുതിയ ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളും കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സമയമാണ്. തടസ്സങ്ങൾ വളരെയധികം ബാധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആ തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങളും വന്നു ചേരാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സമാധാനം പുലരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ ഇരട്ടിയായി തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലായ കാര്യങ്ങൾ നേടിയെടുക്കുവാനോ സാധിക്കും. ഒരു അനുകൂലമായ സമയം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അവസരങ്ങളാണ് എങ്കിൽ അത് കൃത്യതയോടെ തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകണം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കുറച്ച് നാളുകളായി അല്പം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരം പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ആത്മാർത്ഥമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നത് ഇല്ല എന്ന് തന്നെ പരാമർശിക്കാം. അംഗീകാരങ്ങൾ അല്ലെങ്കിൽ സ്വീകാര്യത ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. അത് സ്ഥാനമാറ്റമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണകരമായ ചില കാര്യങ്ങളാകാം. ചില വിഷമകരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ തുലം കുറയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മാനസികപരമായി തളർത്തുന്നതായ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില വിഷമകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം എല്ലാ കാര്യങ്ങളിലും നേരിടുന്ന തടസ്സങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രമിക്കുന്നുവോ അതിൽ പലതിലും തടസ്സങ്ങളാൽ നിന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം തൊഴിൽ മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമതകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാം എന്നുള്ളതാണ്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഒരു പരിധിവരെ തടസ്സങ്ങളും ഇത്തരത്തിലുള്ള ശാപപൂർണമായ ചില കാര്യങ്ങളോ അകന്നു കിട്ടുന്ന സമയമാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മാറ്റങ്ങളുടെ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഈ സമയം ചില കാര്യങ്ങൾ
നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. ആരോഗ്യപരമായി ചില വിഷമതകൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാവുന്നതാണ്. സമാധാനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കാതിരുന്നിരുന്നു എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ചില വ്യക്തികളുമായി പിണക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അത് മാറ്റുവാൻ സാധിക്കാവുന്ന സമയവും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കുന്ന സമയം, കാത്തിരുന്ന് പ്രവർത്തിക്കേണ്ട സമയം, ക്ഷമയോടെ പല കാര്യങ്ങളും കാത്തിരിക്കേണ്ടതായി വരാം. അതിനാൽ കാര്യക്ഷമത നിങ്ങൾ തീർച്ചയായും പുലർത്തേണ്ടതായ സമയമാണ്. ഈ സമയം പല കാര്യങ്ങളിലും അനുകൂലമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ കാത്തുവച്ചിരിക്കുന്ന സമയമാണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ നടന്നു കിട്ടാം. നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കുവാനുള്ള വഴികൾ തെളിയാം. പുതിയ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ അത് നടക്കാം. ഈ സമയം ചില കാര്യങ്ങൾ ഉറപ്പായും നടന്നു കിട്ടുന്ന സമയമാണ്. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക, അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽപരമായ ഒരു അവസരം സിദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആശങ്കകൾ ഒരു പരിധിവരെ നീങ്ങാം. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവഭേദ്യമാകുന്ന സമയമാണ്. ശുഭവാർത്തകൾ കേൾക്കാം. പൊതുവിൽ അനുകൂലം തന്നെയാണ് സമയം. ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്ന ഒരു സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിപൂർവമായ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പ്രധാനമായും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും പ്രയത്നം കൂടി കൃത്യമായി വരുന്നതിലൂടെ ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ ഈ സമയം അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ അംഗീകാരങ്ങൾ അത്തരം ചില കാര്യങ്ങൾ തേടിയെത്താം. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് നഷ്ടപ്പെട്ടതായ രേഖകളാകാം, അല്ലെങ്കിൽ വസ്തു, അത്തരം ചില കാര്യങ്ങളാകാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ചില ശുഭവാർത്തകൾ അല്ലെങ്കിൽ ഒരു അംഗീകാരം, പ്രശംസയുമാകാം. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ധനാഗമ മാർഗങ്ങൾ, പണവരവ് പോലുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല പ്രശ്നങ്ങൾക്കും ഒരു ശമനം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും വളരെയധികം പ്രശ്നമാകും എന്ന് ചിന്തിച്ച ഇടത്തു നിന്നും അത് മേത്തു തട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പൊതുവിൽ അനുകൂലമാകുന്ന ചില വഴിത്തിരിവുകൾ ധനപരമായോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ സംഭവിക്കാം. അത്തരത്തിൽ അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരങ്ങളാണ് സിദ്ധിച്ചിട്ടുള്ളത്. അത് കൃത്യതയോടെ തന്നെ വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങണം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ട്. പ്രയത്നങ്ങളുണ്ട്, കഠിനാധ്വാനമുണ്ട്, എന്നാൽ ഫലം കാണാത്തതായ അവസ്ഥ. എന്നാൽ ഭാഗ്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ പല രൂപത്തിലും പ്രത്യക്ഷപ്പെടാം. വളരെ കാലങ്ങളായി നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യമാകാം. അത് നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകുന്ന സാഹചര്യം രൂപപ്പെടാം. മനസ്സിൽ ഉറപ്പിച്ചതായ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. പലപ്പോഴും ഭാഗ്യം തുണയ്ക്കുക എന്നതിലുപരി ഭാഗ്യക്കേടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല കാര്യങ്ങളിലേക്കും ഒരു തുടക്കം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അവസരമാണ് കൈ വന്നിട്ടുള്ളത്. അതിനാൽ ആകസ്മികമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില കാര്യങ്ങൾ അപ്പാടെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഭാഗ്യം തുണയ്ക്കുന്ന സമയമായി മാറാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഒരു വഴിത്തിരിവ് വന്നു ചേരാം.
അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് വിഷമതകൾക്ക് ഒരു ശമനം ഉണ്ടായി എന്ന് വരാം. തടസ്സപ്പെട്ടതായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഗുണകരമായി ഭവിക്കാം. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. പൊതുവിൽ നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഒരു സമയമായി തന്നെ മാറാവുന്നതാണ്.